ലോ പോയിന്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിയമം, കോടതി, പോലീസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരന് ഇന്നും നെഞ്ചിൽ തീയോ പേടിയോ ഒക്കെയാണ്. അതിന് കാരണം നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും നിയമത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലായ്മ. ലോ പോയിന്റിന്റെ ഈ പ്രോഗ്രാമുകളിലൂടെ എന്നാൽ കഴിയുന്ന നിയമപരിജ്ഞാനം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഞാൻ കാണുന്നത്. എന്റെ കൂടെ എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും കാണുമെന്ന പ്രതീക്ഷയിൽ ലോ പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞാൻ കടക്കുകയാണ്. നിങ്ങളിൽ എത്ര പേർക്ക് FIR എന്താണെന്നറിയാം? നിങ്ങളുടെ പരാതിയിന്മേലിലോ ഇനി നിങ്ങളുടെ പേരിലോ ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓൺലൈനായി ആ FIR എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയ FIR എങ്ങനെ വായിച്ച് മനസ്സിലാക്കാം എന്നൊക്കെ എത്ര പേർക്ക് അറിയാം? ലോ പോയിന്റിന്റെ ഈ ഒരു എപ്പിസോഡിലോടുകൂടി നമുക്ക് FIR എന്താണെന്ന് വിശദമായി മനസ്സിലാക്കാം. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ് FIRന്റെ ഫുൾ ഫോം. ഇന്ത്യൻ നിയമത്തിൽ CRPC 154, 155, പുതിയ നിയമമായ BNSS 173, 174 എന്നീ വകുപ്പുകളിലാണ് FIRനെ പറ്റി വിവരിക്കുന്നത്. നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു കുറ്റകൃത്യത്തെ കുറിച്ച് നേരിട്ടോ ഒരു പരാതി മുഖേനയോ ഒരു ഫോൺ കോൾ മുഖേനയോ നൽകുന്ന വിവരങ്ങളെ അപ്പോൾ തന്നെ റെക്കോർഡിക്കലെ റിപ്പോർട്ടാക്കി മാറ്റുന്നതിനാണ് FIR എന്ന് പറയുന്നത്. CRPC 154 ക്ലോസ് 2, BNSS 173 ക്ലോസ് 2 എന്നീ വകുപ്പുകൾ പ്രകാരം പരാതിക്കാരനോ ഇനി അതല്ല ഈ കുറ്റകൃത്യത്തിൽ ഇരയാക്കപ്പെട്ട മറ്റൊരാളാണെങ്കിൽ അവർക്കോ ഈ FIRന്റെ ഒരു സൗജന്യ കോപ്പി നൽകേണ്ടതാണ്. പോലീസിന് വാറന്റ് ഇല്ലാതെ ഒരു പ്രതി അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒഫൻസുകളെ കൊഗ്നീസബിൾ ഒഫൻസുകളെന്നും, എന്നാൽ വാറന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്തുവാൻ കഴിയുള്ളൂ എന്നുള്ള ഒഫൻസുകളെ നോൺ കൊഗ്നീസബിൾ ഒഫൻസുകളും എന്നാണ് പറയുന്നത്. CRPC 154, BNSS 173 എന്നീ വകുപ്പുകൾ കൊഗ്നീസബിൾ ഒഫൻസുകൾ ഉണ്ടാകുമ്പോൾ ഫയൽ ചെയ്യപ്പെടുന്ന FIRനെ പറ്റിയും, എന്നാൽ CRPC 155, BNSS 174 എന്നീ വകുപ്പുകൾ നോൺ കൊഗ്നീസബിൾ ഒഫൻസുകൾ ഉണ്ടാകുമ്പോൾ ഫയൽ ചെയ്യപ്പെടുന്ന FIRനെ പറ്റിയുമാണ് വിവരിക്കുന്നത്. ഇനി നിങ്ങളുടെ പരാതിയിന്മേൽ കൺസേൺ ആയിട്ടുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലെ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ FIR രജിസ്റ്റർ ചെയ്യുവാൻ വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ CRPC 154 ക്ലോസ് 3, BNSS 173 ക്ലോസ് 4 എന്നീ വകുപ്പുകൾ പ്രകാരം കൺസേൺ ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ ചാർജുള്ള SPക്ക് നിങ്ങൾക്ക് നേരിട്ടോ പോസ്റ്റ് മുഖേനയോ ഈ പരാതി കൈമാറാവുന്നതാണ്. ഇന്ത്യൻ നിയമപ്രകാരം നിലവിൽ 5 തരത്തിലുള്ള FIRകളാണ് ഉള്ളത്. അതിൽ ഒന്ന് കളവായ പരാതിയിന്മേൽ ഫയൽ ചെയ്യപ്പെടുന്ന FIR. അതിന് ഫോൾസ് FIR എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഒരു വ്യക്തിക്ക് നേരെ കളവായി പരാതി നൽകി എന്ന് തെളിഞ്ഞാൽ ആ പരാതി നൽകിയ ആൾക്കെതിരെ IPC 177, 182, 203, പുതിയ നിയമമായ BNS പ്രകാരം 212, 217, 240 എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതും ഈ വ്യക്തിക്ക് 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതുമാണ്. ഇനി ഒരാളുടെ പരാതിയിന്മേൽ പ്രാഥമികമായി ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും എന്നാൽ തുടർന്നുള്ള അന്വേഷണത്തിൽ മറ്റ് കണ്ടെത്തലുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇതേ പ്രതിക്ക് നേരെ ഇതേ പരാതിയിന്മേൽ രണ്ടാമതും കൂടെ ഒരു FIR ഇട്ടാൽ ആ FIRനെയാണ് നമ്മൾ സെക്കൻഡ് FIR എന്ന് പറയുന്നത്. ഇങ്ങനെ സെക്കൻഡ് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് നമ്മുടെ കോടതികൾ പല നിബന്ധനകളും നിലവിൽ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത് പോലീസ് സ്റ്റേഷൻ പരിധിയില്ലാതെ എത്രയും വേഗം നടപടി വേണ്ട കുറ്റകൃത്യങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന FIR ആണ്. അതിന് 0 FIR എന്നാണ് പറയപ്പെടുന്നത്. നാലാമത്തേത് ഒരു സംഭവത്തിന്മേൽ പരാതിക്കാരനും വാദിയും അന്യോന്യം നൽകുന്ന പരാതികൾക്ക് മേലെടുക്കുന്ന FIRകളാണ്. അതിനെ ക്രോസ് FIRകൾ എന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും അവസാനത്തേതെന്ന് പറയുന്നത് ഒരു പരാതിക്കാരൻ തന്നെ ഒരേ സംഭവത്തിന്മേൽ നൽകുന്ന വിവിധ പരാതികൾക്ക് മുകളിൽ ഒരേ പ്രതിക്കെതിരെ വിവിധ FIRകൾ എടുക്കുന്നതാണ്. അതിനെ മൾട്ടിപ്പിൾ FIR എന്നാണ് പറയപ്പെടുന്നത്. FIR എങ്ങനെ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാമെന്നും കയ്യിൽ കിട്ടിയ FIR എങ്ങനെ വായിച്ച് മനസ്സിലാക്കാമെന്നും ലോ പോയിന്റിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുക. അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും ഗുഡ് ബൈ.